ഹായ് ഹലോ നമസ്കാരം. ഇന്നങ്ങനെ ക്രിസ്മസ് ട്രീ ഒരുക്കലും പുൽക്കൂട് വെക്കലും ഒക്കെ ആയിട്ടുള്ള വീഡിയോ കേട്ടോ. ഓൾറെഡി ഇവിടെ കിട്ടിയപ്പോൾ തന്നെ ഉണ്ണിയൊക്കെ പുൽക്കൂടിനകത്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കും, അതുകൊണ്ട് പറിച്ചെടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ണിയൊക്കെ വെച്ചിട്ട് തന്നെ കേട്ടോ പുൽക്കൂട് വെക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാട്ടോ ഞാനും നെഞ്ചത്തും പിള്ളേരും കൂടെ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ പോണത്. കഴിഞ്ഞ കൊല്ലം നമ്മുടെ നാട്ടിലാട്ടോ ആഘോഷിച്ചത്. നല്ല രസമായിരുന്നു കേട്ടോ. നെഞ്ചിൻ്റെ വീട്ടിൽ എൻ്റെ അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതായി നമ്മുടെ വീട്ടിലാണ് ആഘോഷിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബലൂൺ ഫസ്റ്റ് വീർപ്പിക്കുക കേട്ടോ. ഞാൻ ഇത്ര വീർപ്പിച്ചിട്ട് ഈ ബലൂൺ വീർക്കുന്നതല്ലാതെ അപ്പപ്പോൾ കാറ്റ് പോയിക്കൊണ്ടിരിക്കുക. അവസാനം നെഞ്ചത്ത് കാണിച്ചു മോളെ നോക്കിയതാ ഓട്ടയാണ്. പിന്നെ ആ മനസ്സിലായത് ഓട്ടയുള്ള ബലൂണായി വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. കുഞ്ഞു കാലത്തൊക്കെ ഉണ്ടല്ലോ, കുട്ടിക്കാലത്ത് ക്രിസ്മസ് ട്രീ വെക്കാൻ ഏറ്റവും കൂടുതൽ അലങ്കരിച്ച് വെക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബലൂണാട്ടോ. ഊതി തന്നെ വീർപ്പിക്കും കേട്ടോ. നല്ല രസമായിരുന്നു. കുറേ പൊട്ടിപ്പോവും, കുറേ ഇങ്ങനെ വീർപ്പിച്ച്. അന്നൊക്കെ കൂടുതലും വീടിൻ്റെ മുറ്റത്ത് വയ്ക്കുന്ന ഏതെങ്കിലും മരത്തെ തന്നെയാട്ടോ ട്രീ ആക്കി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നല്ല പൂച്ചെടി ഏതെങ്കിലുമൊക്കെ എന്നിട്ട് നിറച്ച് ബലൂണൊക്കെ വെക്കും. അപ്പോൾ ഞാൻ കവറിനകത്ത് നിന്ന് എല്ലാം ഓപ്പൺ ചെയ്തെടുക്കുന്നുള്ളൂ. അത് രഞ്ജിത്തിൻ്റെ തൊപ്പിയാട്ടോ. ഞങ്ങൾ 3 പേരുടെയും തൊപ്പി ഞങ്ങൾ തലയിൽ വെച്ചിട്ട് ഇത് പള്ളിയിൽ പോകുമ്പോഴേ വെക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്നെടുക്കുക. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുള്ളൂ, നല്ല ആവശ്യത്തിനുള്ളതെല്ലാം ആയി കേട്ടോ. ഒരുപാട് അങ്ങ് കവർ ചെയ്തൊന്നും മേടിച്ചൊന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് എല്ലാം എടുത്ത് പറക്കി വെക്കാൻ പോവുകയാണ്. പള്ളിയിലൊക്കെ നല്ല വലിയ പുൽക്കൂടൊക്കെ ആയിട്ടോ. ഞങ്ങൾ ഇന്നലെ അതൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയല്ലേ. പിന്നെ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും തന്നെ തറവാട്ടിൽ പോവും. അവിടുന്ന് ചേച്ചിമാരുടെയൊക്കെ കൂടെ പുല്ലൊക്കെ പറിച്ച്, ഉണ്ണീശോ പുല്ലൊക്കെ പറിച്ച്, ആ സമയത്ത് മാത്രമല്ലേ ആ പുല്ലുണ്ടാവുള്ളൂ. അത് പറിക്കാൻ പോണൊരു പ്രത്യേക ഫീലല്ലേ. ആ പുല്ലൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അതൊക്കെ വെച്ച് പുൽക്കൂട് കെട്ടി ഇല്ലിമുള നടുക കീറിയിട്ട് അതിൻ്റെ ഇത് വെച്ചാണ് വീടുണ്ടാക്കുന്നത്, ഉണ്ണീശക്കൂട് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഓലയായിട്ട് ഈന്തപ്പന വെട്ടി അതിൻ്റെ ഓലയൊക്കെ ഇട്ട് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസമായിരുന്നു കേട്ടോ. കുഞ്ഞ് പെട്ടിക്കകത്തായിട്ട് ഈ ആട്ടിടയന്മാരും മാതാവ് സേപ്പിതാവൊക്കെ കിട്ടും. അതൊക്കെ പറക്കി വെച്ച് ഉണ്ണിയെ പള്ളിയിൽ പോയിട്ട് വന്ന് തിരിച്ച് വന്നു കഴിഞ്ഞു എന്താണേലും ഉണ്ണിയെ പുൽക്കൂട്ടി വെക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. ഇപ്പം ഇതാ ഇതുപോലെ ട്രീ ഒക്കെ മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക, അല്ലാതെ ഇപ്പം ഇവിടെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പം ട്രീ ഇതാ എല്ലാ സാധനങ്ങളും മേടിച്ച് പിള്ളേർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അവർ കുറച്ചുകൂടെ കുഞ്ഞു പിള്ളേരല്ലായിരുന്നു, അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ ഒരു അറിയത്തൊന്നുമില്ലായിരുന്നു എന്തായി കാണിക്കുന്നതെന്നൊക്കെ. എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭംഗിയായി, നല്ല ഭംഗിയുണ്ട്, അങ്ങനെ ഒരു സന്തോഷം വന്നതേ ഉള്ളൂ. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അവരാണ് എല്ലാം ചെയ്യാൻ ഫ്രണ്ടിൽ നിൽക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും നമ്മുടെ ഈ ട്രീ ഒക്കെ ഫുൾ അലങ്കരിച്ചത് ജോലിയും ജസ്ലിനും കൂടെ കേട്ടോ. നമ്മൾ പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവരാണ് കൂടുതലായിട്ട് എല്ലാം ചെയ്യാൻ നിന്നത്. ഞങ്ങൾ 3 പേരും ഇങ്ങനെ എല്ലാം ചെയ്തു. ലാസ്റ്റ് എല്ലാം ഓക്കെ ആണോ എന്താണ് ഞങ്ങൾ കാണിച്ചേക്കുന്നത് നോക്കാൻ വേണ്ടി രഞ്ജിത്തു. അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ഓർഡർ. അപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞൊരു മധുരം കഴിക്കാൻ നമുക്ക്, കാരണം പുൽക്കൂടൊക്കെ ഉണ്ടാക്കുകയല്ലേ, നല്ല സന്തോഷമുള്ളൊരു നിമിഷമല്ലേ, ഇന്നൊരു മധുരം കഴിക്കാമെന്ന് പറഞ്ഞ് ഡയറി മിൽക്ക് ബബ്ലി എടുത്തു കേട്ടോ. എനിക്ക് ഡയറി മിൽക്ക്, സാധാ ഡയറി മിൽക്കില്ലേ, അതിനേക്കാളും ഇഷ്ടം ബബ്ലി കഴിക്കാനാട്ടോ. എന്താണോ അതെനിക്കറിയത്തില്ല, നല്ല ഇഷ്ടമാണ് അത്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് കട്ടയായിട്ട് തന്നെ ഇരിക്കുക. നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ നല്ല മെൽറ്റായിട്ടിരിക്കും. ഇങ്ങനെ തോണ്ടി കഴിക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. നല്ല മെൽറ്റായിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് കണ്ടോ, കുഞ്ഞിക്കൈകളാണ് ഈ പ്രാവശ്യത്തെ ട്രീ ഒരുക്കലിന് ഫ്രണ്ടിലേക്ക് നിൽക്കുന്നത്. ചോക്ലേറ്റൊക്കെ കഴിച്ച്. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ അമ്മയുണ്ടല്ലോ വീട്ടിൽ ഇങ്ങനെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന സമയത്തേക്ക് ഇതുപോലെ കോഴിക്കട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ച് പതിയെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി. കുറേ സമയം എടുക്കും കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ ഒരു വീഡിയോയിൽ ഒരു 6 സെക്കൻഡൊക്കെ കാണിക്കുന്ന പോലെ അല്ല കേട്ടോ, കുറേ സമയം എടുത്തായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറൊക്കെ എടുത്തു നമ്മളിത് ഒന്ന് ഒരുക്കി റെഡിയാക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെയൊക്കെ ചേർന്ന് എനിക്കപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർക്കുക. ഞങ്ങൾ 2 പേരും കൂടെ, ഞാൻ രഞ്ജിത്ത് ഞങ്ങളുടെ പഴയ കാലങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാട്ടോ ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പറയുക, ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു കാലമൊക്കെ അല്ലേ നമ്മളിങ്ങനെ ചെയ്തു. അവർക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില ഓർമ്മകളെങ്കിലും അവരുടെ മനസ്സിലും വരട്ടെ. നമുക്കെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഓർമ്മകളാണ് പഴയ കാലത്തെ. നമ്മളെയൊക്കെ കുഞ്ഞിലെ ഒരുപാട് ഓർമ്മകളല്ലേ, പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞാൽ അത് ഈ പകുതിയെ കിട്ടുന്നുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു പകുതി മാത്രം. പക്ഷേ അത് അവർക്ക് ഓർക്കാൻ വളരെയേറെ സന്തോഷമായിട്ട് മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന പോലെ ആവട്ടെ എന്ന് കരുതി. അങ്ങനെ ഇക്കാലം നമ്മളിതൊക്കെ മേടിക്കാൻ പോയപ്പോഴത്തേക്കും
ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതാട്ടോ. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ക്രിസ്മസ് കൂടിൻ്റെ കൂടെ അപ്പൂപ്പനെ വെക്കുന്നത്. ഞാൻ ഇതുവരെ നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ അപ്പൂപ്പനെ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്കും ഇത് വലിയ ഇഷ്ടമായി കേട്ടോ. ആദ്യമായിട്ട് കിട്ടുന്നതായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ അപ്പൂപ്പനെ പിടിക്കാനാട്ടോ. ഇത് നമ്മളൊക്കെ ഇത് ടി വിയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാണുന്നതല്ലാതെ മേടിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട. അവർ രണ്ടുപേരും അതേലോട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുക. ഇതാട്ടോ നമ്മുടെ പുൽക്കൂട്, കുഞ്ഞൊരു പുൽക്കൂട്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മാലാഖ മാത്രം മിസ്സിങ് ആട്ടോ. ഞങ്ങളത് വീട്ടിൽ വന്നു കഴിഞ്ഞാണ് ഇങ്ങനെ ഫുൾ അഴിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അയ്യോ മാലാഖ ഇല്ലല്ലോ എന്ന് കരുതിയത് കേട്ടോ. എന്നാൽ ആട്ടിടയന്മാരെ എല്ലാവരും ഉണ്ട്, പക്ഷേ മാലാഖ ഇല്ല. അതാ ഞാൻ പറഞ്ഞു ഉണ്ണി ഓൾറെഡി ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം, നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതോടെ ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ഓഫാക്കി ഓണാക്കി എല്ലാം നോക്കി ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു പുൽക്കൂടും കൊച്ചു ട്രീയും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഇനി അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ടാറ്റ ബൈ, സീ യു.